പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് രാവിലെ ഞാനും കുഞ്ഞുവാവയും കൂടി മീനുണ്ടോ നോക്കാൻ പോവുകയാണ് കേട്ടോ. കുഞ്ഞുവാവ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല, ഞാൻ കുഞ്ഞുവാവനെ കുത്തിപ്പൊക്കി എടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ കുഞ്ഞുവാവയുടെ മൂഡ് ശരിയല്ല കേട്ടോ, ഹായ് പറയാൻ പറഞ്ഞിട്ട് അവളൊന്നും പറയുന്നില്ല. അങ്ങനെ ഞങ്ങളിത് റോഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ബസ് സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. ആ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തായിട്ട് ഒരു മീൻ കടയുണ്ട് കേട്ടോ. അപ്പോൾ എന്തോ ഭാഗ്യത്തിനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ അന്വേഷിച്ച് സാധനമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പൊടിമീൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ നിന്നും കുഞ്ഞായില്ല മാത്രം തിരിഞ്ഞ് എടുക്കുവാണ് കേട്ടോ. അത് 50 രൂപയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ തൊട്ടടുത്തുള്ള മാർജിൻ ഫ്രീ മാർക്കറ്റിൽ കയറി പച്ചമാങ്ങയും പച്ചമുളകും ഇഞ്ചിയും വാങ്ങിച്ചു. പിന്നെ അതേ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ കുക്കറിൽ അരി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറ് വെന്ത് റെഡിയായി കിടക്കും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ചോറ് വാർക്കുവാണ്. റേഷൻ മട്ടരിയാണ് കേട്ടോ. അപ്പോൾ ചോറ് വാർത്തതിന് ശേഷം കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ട് അത് കഴുകി എടുക്കണം. അപ്പോൾ കുഞ്ഞുവാവ നല്ല മൂടല്ല, കുഞ്ഞുവാവനെ അവിടെ നിർത്തിയിരിക്കുകയാണ്. പല്ലൊക്കെ തേപ്പിച്ചു. കഴിക്കാനായിട്ട് കുറുക്ക് കൊടുത്തിട്ട് കുഞ്ഞ് കഴിച്ചില്ല കേട്ടോ, ചുമയുണ്ട്, അതുകൊണ്ട് കഴിച്ചില്ല. അപ്പോൾ അങ്ങനെ അത് തന്നെ മീനെടുത്ത് വന്ന് വെള്ളത്തിലിട്ട് വെള്ളം ഒഴിച്ച് വെക്കാൻ പോവാണ്. ചട്ടിയിലിട്ട് വെള്ളം ഒഴിച്ച് വെക്കാം. കുഞ്ഞായില്ലാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ വേറെ കുറച്ച് സാധനങ്ങളും കിട്ടിയിട്ടുണ്ട്. 3-4 മുള്ളനുണ്ടായിരുന്നു. അപ്പോൾ എന്ത് മീനാണെന്ന് നോക്കാൻ പോകുമ്പോൾ വന്നിട്ടോ. മുള്ളനുണ്ടായിരുന്നു, പിന്നെ ഒരു കുഞ്ഞി വറ്റയില്ല അതുണ്ടായിരുന്നു, പിന്നെ മണങ്ങ് എന്ന് പറഞ്ഞ മീനില്ലേ അതും കൂടി ഉണ്ടായിരുന്നു കേട്ടോ, 5-6 അപ്പോൾ മീൻ വെള്ളത്തിലിട്ട് വെച്ചു. എന്നിട്ട് പിന്നെ ഞാൻ പാത്രങ്ങൾ തേച്ച് കഴുകി എടുക്കുവാണ്. കുറച്ചധികം പാത്രങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തേച്ച് കഴുകി എടുത്തു. അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞാവൊക്കെ അവിടെ നിന്ന് കരയുന്നുണ്ട് എടുക്കാൻ പറഞ്ഞിട്ട്. പിന്നെ ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞ് കുഞ്ഞാവനെ പറഞ്ഞ് നിർത്തി. അങ്ങനത്തെ പാത്രങ്ങളെല്ലാം കഴുകിയെടുത്തു കേട്ടോ. പാത്രങ്ങളെല്ലാം കഴുകിയെടുത്തതിന് ശേഷം മീനും കൂടി വെട്ടിയെടുത്തു. പിന്നെ പച്ച മാങ്ങയും പച്ചമുളകും എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ മാങ്ങ തൊലിയൊക്കെ ചെത്തിയെടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഇഞ്ചി എടുക്കുന്നുണ്ട് കേട്ടോ. 3 പച്ചമുളകും 1 മാങ്ങയും 1 ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുവാണ്. കടയിൽ പോയി മാർക്കറ്റിലല്ല കേട്ടോ, മാർക്കറ്റല്ല, ഇവിടെ മാർക്കറ്റ് ഉണ്ടെങ്കിലും അവിടെ മീനുണ്ടാവുമെന്ന് എനിക്കറിയില്ല, ഞാൻ പോയി നോക്കിയിട്ടില്ല കേട്ടോ. ബസ് സ്റ്റോപ്പിലൊരു കടയുണ്ട്, ഒരു ചേട്ടൻ നടത്തുന്ന കടയുണ്ട് കേട്ടോ. അപ്പം പുള്ളി ചില ദിവസങ്ങളിലൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ പോയി മീൻ മേടിച്ചുകൊണ്ട് വന്നപ്പോഴേക്കും പീലിമോളും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മാങ്ങ ചെത്തിയപ്പം പീലിമോൾക്ക് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഓരോ വർഷം പുളി നോക്കാനായിട്ട് എടുത്തു. ബാക്കിയുള്ളത് കറിയിൽ ഇട്ടിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് പച്ചമുളകും ഇഞ്ചിയൊന്നും വാട്ടുന്നില്ല, എല്ലാം ഇങ്ങനെ മീനിൻ്റെ കൂടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാങ്ങയും പച്ചമുളകും എല്ലാം കൂടി ഇട്ട് കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ പാകത്തിനുപ്പും പാകത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് കറി അടുപ്പത്തേക്ക് വെക്കുവാണ് കേട്ടോ. അപ്പോൾ രാവിലത്തേക്ക് ഉച്ചത്തേക്ക് ചോറ് തന്നെയാണ്. പിന്നെ അതിൻ്റെ കൂടെ കിട്ടിയ കുറച്ച് മീനുകളുണ്ടല്ലോ, ഒരു 2-3 മുള്ളുണ്ടായിരുന്നു, പിന്നെ ഒരു കുഞ്ഞു വറ്റ ഉണ്ടായിരുന്നു, പിന്നെ മണങ്ങ് എന്ന് പറഞ്ഞൊരു മീനുണ്ടായിരുന്നു. ഇതെല്ലാം വറക്കാനായിട്ട് വരിഞ്ഞെടുത്തിട്ട് അതിൽ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും തേച്ച് പുരട്ടി വെക്കുന്നുണ്ട്. അപ്പോൾ കറി ഒരുവിധമായി വന്നപ്പോഴേക്കും വേപ്പിലിടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വേപ്പിൽ പറിച്ചുകൊണ്ട് വന്നപ്പോഴേക്കും പീലിമോൾക്ക് കറിയിലേക്ക് വേപ്പിലിടണമെന്ന് പറഞ്ഞു. അങ്ങനെ പീലിമോളെ കൊണ്ട് വേപ്പിലേക്ക് ഇടിയിച്ചിട്ടോ. അങ്ങനെ കറി മോളെ ഏൽപ്പിച്ചിട്ട് ഞാൻ കുളിക്കാൻ പോയി. അപ്പോൾ കറി റെഡി ആയപ്പോഴേക്കും പീലിമോൾക്ക് ചോറ് കൊടുക്കാനായിട്ട് ചോറ് എടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും കറിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വറക്കാനുള്ളത് വറുത്തെടുക്കാൻ പോവാണ്. അങ്ങനത്തെ പാൻ വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ നമ്മുടെ ഒരു 2 തണ്ട് കറിവേപ്പില ഞാനിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പില ഇടുന്നത് ഇഷ്ടമല്ല ഇവിടെ, എന്നാലും ഞാൻ വെറുതെ അങ്ങനെ വെച്ചു കേട്ടോ. കുഞ്ഞു മീനല്ലേ, അപ്പോൾ പൊടിഞ്ഞു പോകണ്ടെന്ന് വിചാരിച്ച് അങ്ങനെ കറിവേപ്പില വെച്ചതാണ്.
അങ്ങനെ ദേ കറിവേപ്പിലയുടെ മുകളിലേക്ക് നമ്മുടെ മീനുകളെല്ലാം എടുത്തു വെച്ചു. പിന്നെ ഒരു സൈഡ് മൊരിഞ്ഞ് വന്നപ്പോഴേക്കും മറിച്ചിട്ട് മറു സൈഡും കൂടി മൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലത്തേക്ക് വറുത്ത മീൻ എടുക്കുന്നില്ല, അത് ഉച്ചത്തേക്ക് മാറ്റി വെക്കുവാണ്. അപ്പോൾ അത് റെഡിയാക്കിയതിന് ശേഷം ഞാൻ കഴിക്കാൻ പോവാണ് കേട്ടോ. സമയം ഏകദേശം ഒരു 10:30 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇത് മീനെല്ലാം മറിച്ചിട്ടു. തീയൊന്ന് ചെറുതാക്കി വെച്ചതിന് ശേഷം എനിക്ക് കഴിക്കാനുള്ള ചോറ് എടുക്കുവാണ് കേട്ടോ. ചോറും ഞാൻ മീനെടുത്തില്ല കേട്ടോ, കറിയിലിട്ട മാങ്ങയായിട്ട് എടുത്തത്. എനിക്ക് മീനിനേക്കാൾ ഇഷ്ടം മീനിലിട്ട മാങ്ങ കേട്ടോ. പച്ചമാങ്ങ ഇട്ടാണ് കറി വെച്ചെങ്കിൽ അതിൽ ആ മാങ്ങ കഷ്ണം കേട്ടോ എനിക്കിഷ്ടം. അപ്പോൾ ഞാൻ 2 കഷ്ണം മാങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് ചാറും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും വറക്കാൻ വെച്ചെന്ന് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിക്കാൻ പോവാണ്. അങ്ങനെ ഞാൻ അപ്പുറത്തുനിന്ന് വെച്ച് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഓക്കെ, ബൈ.